ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്നാ അമ്മേ പരിപാടി? കരിമീൻ കൊണ്ടാണോ? നമുക്ക് കരിമീൻ ഫ്രൈ ഉണ്ടാക്കാം. ആ വാഴയിലക്കകത്ത്. ഓക്കെ. അതിനാണ് നേരത്തെ വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് വെച്ചത്. കരിമീനും കൊണ്ടുവന്നു. മീനാ കൊണ്ടുവന്നേ. അപ്പം നമ്മൾ ഇന്നലെ ചെമ്മീൻ വെച്ചു. ഇന്ന് കരിമീൻ വെക്കാം. ഇങ്ങനെ ഉണ്ടാക്കാം. ചെറിയ ചെറിയ വര ഇട്ട് കൊടുക്കാം. എല്ലാം ക്ലീൻ ആക്കിയല്ലേ കൊണ്ടുവന്നത്? ക്ലീൻ ആക്കിയാ കൊണ്ടുവന്നത്. ഇഷ്ടമുള്ളവരെ ഉണ്ടാക്കിയാൽ മതി. അതെ, എല്ലാം ഒന്ന് വരഞ്ഞെടുക്കാവേ. നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തതിനകത്തോട്ട് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് മീനൊന്ന് പെരട്ടാവേ. ഓക്കെ. വെള്ളം ഒഴിച്ചോ? കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിനൊന്ന് നല്ലപോലെ ഒന്ന് പെരട്ടാം, കുഴച്ചെടുക്കാം. നമുക്ക് പൊട്ടിത്തെറിയായിരുന്നു. കറിവേപ്പില ഇട്ടത് തിളച്ച എണ്ണയ്ക്കകത്തിട്ടതാ. നമുക്കിനി മീനിനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാവേ. ഓക്കെ. എല്ലാം കൂടെ കൊള്ളുകയെന്ന് തോന്നല്ലേ അമ്മേ? ഒരെണ്ണം കൂടെ കൊള്ളാം തോന്നല്ലേ? ഒരെണ്ണം ഇല്ല, മൂന്നെണ്ണം 2 എടുക്കാം. നമുക്ക് അത് രണ്ടും കൂടെ ചെറിയ പാനിനകത്തോട്ടെ ഫ്രൈ ആക്കാം. കറക്റ്റ് 5 പേർക്ക് 5 എണ്ണം ഉണ്ട്. ഒരു അളന്ന് വാങ്ങിച്ചാന്ന് തോന്നല്ലോ. അതിനെ നമുക്ക് ചെറിയ പാനിനകത്തോട്ട് ഫ്രൈ ആക്കാവേ. ചെറിയ പാൻ എടുക്കാവോ? നമ്മുടെ മീന് നമുക്കൊന്ന് ഒരു സൈഡ് വെന്തിട്ടുണ്ട്, അടുത്ത സൈഡിൽ നിന്ന് മറിച്ചിടാവേ. ഓക്കെ. വെന്ത് നല്ലപോലെ എടുത്തില്ലേ പൊളിഞ്ഞു പോരും. മറിച്ചിട്ടേക്കാല്ലേ? മറിച്ചിട്ടേക്കാതെ. ഇപ്പം നമ്മുടെ മീനെല്ലാം വറുത്ത് കോരി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു മണി കിട്ടി. കറണ്ട് പോയി. വൈകിട്ട് തൊട്ട് നല്ല മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറണ്ടും പോയി. എന്നാലും നമുക്ക് മീൻ വറുത്ത് വെച്ച സ്ഥിതിക്ക് ബാക്കി കൂടെ ചെയ്യാം. നമ്മൾ ആ മീൻ വറുത്ത് കോരി എണ്ണയ്ക്കകത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ. അമ്മ സബോള അരിഞ്ഞിട്ട് കറിയുമാണ്. കണ്ട് നേറിയൻ്റെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് സവോളയും കൂടി ഇട്ടേക്കാവേ. ഇനി വഴറ്റിയെടുക്കണം സബോള. ഇനി ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മീനവിടെ വെന്തിരിക്കുക ചാടാൻ വേണ്ടി. അതെ, കറണ്ട് ചതച്ചല്ലോ. ഉപ്പിടാനായിരിക്കല്ലേ ഇട്ടോ വഴളാൻ എളുപ്പമാവും. ഇളക്കി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ കുറച്ച് സെറ്റ് ആയിട്ടുണ്ട്. തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. സബോളയാണ്. സവോളയും ചെറിയ ഉള്ളിയും കൂടിയാ. ശരി, രണ്ടും കൂടിയായിരുന്നു. ഒത്തില്ല. നമുക്ക് സവോള ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എടുക്കണോ? കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാൽ. അതും കൂടെ ഒന്നൊഴിച്ച് ഇളക്കി ഒന്ന് എടുക്കാം. ശകലം ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് ആ ഗ്രേവി മൊത്തത്തിൽ ഇളക്കിക്കോ. നമ്മുടെ മീനും ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാവേ. എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത്? ആദ്യം കുറച്ച് ഗ്രേവി വാഴയിലയിലേക്ക് തേക്കുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ കരിമീനെ കിടത്തുന്നു. എന്നിട്ട് ഒന്നും കൂടി അതിന്റെ മണ്ടയിലേക്ക് ഗ്രേവി. ഇപ്പൊ തന്നെ തുറക്കണ്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ. ഇപ്പൊ തുറക്കുവല്ല, പിന്നെ എത്ര കുറച്ച് സമയം നമ്മൾ ഇവനെ. 10:30 ഇനിയും വെയിറ്റ് ചെയ്യണോ? അതെ, സമയം നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുവാണല്ലോ. അതെ. പിന്നെ നമ്മള് കുറച്ച് അലങ്കോലപ്പണിയും കൂടെ ചെയ്യും. എന്തൊക്കെയാണ്? തക്കാളി. ഈ സാധനം വേണമെന്നില്ല. ഒരു പച്ചമുളക് വെക്കാം. ഓരോന്നിലും ഓരോ പച്ചമുളക് വെക്കാം. ഇതിനിയും വാട്ടത്തില്ലേ? ഇതിന് പാനിനകത്തിട്ട് എങ്കിൽ കുഴപ്പമില്ല. ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കുമല്ലോ. നമ്മൾ വാഴയില കൊണ്ട് മടക്കുന്നു. മടക്കി ഇനിയും മടക്കി, പിന്നെ മടക്കി, കുറെ തവണ മടക്കിയില്ല. റബ്ബർ ബാൻഡ് പാന വെക്കുമ്പോ വാഴയുടെ വള്ളി തന്നെയുണ്ട്. അത് വെച്ച് നമ്മൾ ബുദ്ധിമതി. അതും വാട്ടിയോ പൊട്ടിപ്പോയിരിക്കാൻ? ഇലയോ? ഇല വാട്ടിയതാ. ഇലയല്ല, മറ്റേ വള്ളിയോ? ഇല വാട്ടി കഴിഞ്ഞിട്ട് ഇലയുടെ പുറകിൽ നിന്നാണ് നമ്മൾ വള്ളി
എടുത്തത്, മുറിച്ചെടുത്തത്. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം അല്ലേ? ഇനി ബാക്കിയും കൂടെ ഇങ്ങനെ സെറ്റാക്കി എടുക്കാം. സെറ്റാക്കാം. കുഞ്ഞേ, കരിമീനെല്ലാം തിരിച്ചും മറിച്ചു വിട്ട് കുറെ സമയം പൊള്ളിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് എല്ലാരും വിളിച്ചോണ്ടോ? കഴിച്ചേക്കാം. മാറിക്ക നോക്കട്ടെ, കഴിക്കാൻ പറഞ്ഞിട്ട് ഇത് സാധനം ആയോന്ന് ആദ്യം നോക്കണ്ടേ. ഇത് തൂക്കം കുറവൊന്നുമില്ല. അതവിടെ വെച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്. അല്ലാതെ പറഞ്ഞു ഇത് തൂക്കം കുറവുണ്ടോ നോക്കണ്ട. നീ ഇത് നമ്മൾ തരുമ്പോൾ 4 കിലോ ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ എത്ര ഉണ്ട്? 300 ഗ്രാം കാണും. ഇത് അത്രയും പോലും ഇല്ല. നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കരിമീൻ. എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. ഇന്നലെ ചെമ്മീനായിരുന്നു, ഇന്ന് കരിമീനാണ്. കരിമീൻ, ചെമ്മീൻ ശകല ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. കരിമീൻ ഇനി കരി കൂടുതലുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതെന്നതാ കുറവ് കുറ്റം ആലോചിച്ച് കണ്ടുപിടിച്ച് കഴിക്കരുത്. അങ്ങനല്ല, അങ്ങനെ കണ്ടുപിടിച്ച് കഴിക്കരുത്. ആസ്വദിച്ച് പറയണം. അതിനകത്തെ നല്ലത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇതിനകത്ത് എന്നാ ഉണ്ടെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പം പറഞ്ഞുതരാം. ഉപ്പാണോ പുളിയാണോ? ഇന്നലെ നമ്മൾ ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കറക്റ്റായിട്ട് എല്ലാം നോക്കിയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഓർത്ത് ഉപ്പ് കുറവാന്ന് പറയാൻ പോവാണെന്ന്. ഉപ്പും പിന്നെ മസാല എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. കൊള്ളാം. അച്ചപ്പച്ചയും കൂടി ഇരുന്നേ നോക്കി എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കി. മുള്ളു തൊണ്ടേ കളയാതെ കഴിച്ചു വേണം. കരിമീൻ ഒത്തിരി മുള്ളുണ്ട് കേട്ടോ. അച്ചമ്മച്ചിക്ക് ഏതാണ്ട് ക്ഷീണമാണെന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഒരു ഉഷാറില്ലെന്ന്. ഞാൻ പറഞ്ഞത് ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം നമ്മൾ മറ്റേ വീഡിയോക്കകത്തെ ചെമ്മീൻ കൊച്ചിയിലെ ചെമ്മീൻ ഇടുക്കിയിലെ ചട്ടിയിലെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ആരോട് പറഞ്ഞു കൊച്ചിയിലെ ചെമ്മീൻ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത് കൊച്ചറയിലെ ചട്ടിയിലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പം കൊച്ചിയിലെ കരിമീൻ നമ്മുടെ ചട്ടിയിൽ വേവിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവം കേട്ടോ. സൂപ്പർ ഫ്രൈ കേട്ടോ. നല്ല ഫ്രൈയാ. ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ചൂട് ചോറും നല്ല ചെമ്മീൻ ഇലക്കകത്ത് പോയിട്ട് ചെമ്മീൻ കരിമീൻ ഫ്രൈ ആയത്. അതാ പറഞ്ഞേ. കരിമീൻ ഫ്രൈ നല്ല സൂപ്പറായിട്ടുണ്ട്. കരിമീൻ വെച്ച് ഒത്തിരി ഇതെല്ലാം ഉണ്ടാക്കാം. ചെമ്മീനായിരുന്ന പോപ്പി ഒരു കൈ നോക്കിയാണ്. കരിമീനായതുകൊണ്ട് ഒരു സുഖമില്ലെന്ന് തോന്നുന്നു. ആണോ? വളരെ സൂക്ഷിച്ച് കഴിക്കണം. മുള്ള് ഞാൻ ഒത്തിരി മുള്ളുണ്ട്. ഇത്രയും സുന്ദരനായ കരിമീൻ എന്തിനാ ഇത്രയും വലിയ മുള്ളല്ലേ? ചോറ് വേണ്ട, കപ്പ മതിയോ? ഒരാള് പറഞ്ഞു തൈറോയ്ഡ് കൂടുന്നു. നിലവിൽ സാധനം കൂടി നിൽക്കുന്നതുകൊണ്ടല്ലേ നമ്മളിപ്പം കുറയ്ക്കുന്നേ. തിന്നേണ്ട സാധനം തിന്നാതിരിക്കണം. അതെ. അതിനിപ്പം കൊളസ്ട്രോളാണ് ഷുഗറാണ് നമ്മൾ കഴിക്കാനുള്ള നമ്മൾ കഴിക്കും അല്ലേ. എണ്ണയൊക്കെ കുറയ്ക്കാം. കപ്പയും ചോറും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. അത്രേ ഉള്ളൂ. പിന്നല്ലാതെ നോക്കാൻ പോകുമ്പോ 2 ഗുളിക കഴിച്ചിട്ട് വന്നാൽ മതി. വെല്ലുമച്ച് ഷുഗർ നോക്കാൻ പോകുന്നത് നോക്കാൻ പോകുമ്പോ 2 ഗുളിക കഴിച്ചിട്ട് പോകും. പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതിനകത്ത് ചെയ്യേണ്ട പണി കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ. ഒരക്ഷരം മിണ്ടാതെ കറക്റ്റ് കരിമീൻ്റെ ഓരോ മുള്ളും മാറ്റി മാറ്റി വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. അതാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി സംഭവമായിരുന്നു. നല്ല മീനായിരുന്നു. അതെ. അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് എറണാകുളം. നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഫ്രഷ് മീനിന്റെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ. ഇത് കുഴപ്പമില്ല. നല്ലപോലെ പാക്ക് ചെയ്ത് വന്നുകൊണ്ട് നല്ല മീനായിരുന്നു. അടിപൊളി സെറ്റപ്പായിട്ട് കിട്ടി. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.